ആദ്യമായി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിമിന ജോസ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട കരയത്തുംചാൽ ഇടവകയിൽ നിന്നാണ്. 2023 സെപ്റ്റംബർ 19 ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ മകളാണ്, പേര് ഇസ. ഇതെൻ്റെ പപ്പയാണ്, പേര് ജോസ്. ഈ കഴിഞ്ഞ മാർച്ച് 31 എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിനായിട്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് ബസ്സിനാണ് വരുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് മോൾക്ക് ചെറുതായിട്ട് ചുമയും കഫക്കെട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ അവളുടെ കഴുത്തിൽ ഒരു ചെറിയ മുഴ, ഇങ്ങനെ അധികം വലുതല്ല, ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഞാൻ പോകുന്ന ആ ദിവസമായപ്പോഴത്തേനും ആ മുഴ ഇച്ചിരി വലുതായി കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് രാവിലെ ഡോക്ടറെ പോയി ഒന്ന് കണ്ടിട്ട് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാമെന്ന് തീരുമാനിച്ച് രാവിലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് വായൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം എല്ലാ കൗണ്ട്സും ബ്ലഡിൽ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുപോലെ അന്നേരപ്പം തന്നെ ഞാൻ ഇവളുടെ കഴുത്തിലെ മുഴയും ഡോക്ടറെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതായിരിക്കാം, നമുക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തതിന് ശേഷം നമുക്കത് കുറയോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിറ്റായി. അടുത്ത ദിവസം വന്നപ്പോഴും ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് മുഴയ്ക്ക് കുറവൊന്നുമില്ല, അത് ഇച്ചിരി കൂടെ വലുതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് ഇതൊന്നൊരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. അപ്പോൾ ഈ അവസരത്തിലെല്ലാം ഞാൻ ഈ മുഴ കണ്ടപ്പം തൊട്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലം ഇവളുടെ കഴുത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഒക്കെ ഇവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവൾക്ക് ആദ്യം ഒരു ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മാതാവേ എൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും കത്തി വയ്ക്കാൻ അവളുടെ ശരീരത്തിൽ ഇടവരുത്തരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയത് റൂമിൻ്റെ പുറത്ത് ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഇവളെ കയറ്റിയത്. അപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയുണ്ട്, അതിലൊരു മുഴയുടെ വലിപ്പം 3.5 സെൻറ്റിമീറ്റർ കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതൊരു ENT ഡോക്ടറെയും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ENT ഡോക്ടറെ ഇത് കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഇതൊരു FNAC ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ FNAC ടെസ്റ്റ് എന്ന് പറയുമ്പം ആ മുഴയിലേക്ക് ഒരു സിറിഞ്ച് കുത്തി അതിൽ നിന്ന് ഫ്ലൂയിഡ് വലിച്ചെടുത്ത് ടെസ്റ്റിന് അയക്കുന്ന ടെസ്റ്റാണ്. ഇപ്പം നമ്മളൊരു സാധാരണ മനുഷ്യരായപ്പോൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടപ്പം നമ്മൾ എന്നാ പറയുക പേടിച്ചു പോയി. എനിക്കധികം മനസ്സിന് കട്ടിയില്ലാത്ത ആളാണ്. നിസ്സാര കാര്യം വരുമ്പോഴത്തേനും ടെൻഷൻ അടിക്കും. അപ്പം ഞാൻ ഒത്തിരി പേടിച്ചു പോയി. എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിന് മാരകമായ അസുഖങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവളെ FNAC ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. രാവിലെ വെളുപ്പിനെ കൊണ്ടുപോകണമായിരുന്നു, 8 മണി ആയപ്പോഴത്തേനും കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പം ഇവൾ മാത്രമുണ്ട്, ഒരു കുഞ്ഞു കൊച്ച്. ബാക്കി എല്ലാവരും നല്ല പ്രായമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കണ്ടപ്പോഴത്തേനും എനിക്ക് ഒന്നും കൂടെ ടെൻഷനായി. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവളെ കയറ്റുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവളുടെ കഴുത്തിൽ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പും തേനും എല്ലാം ഇവൾക്ക് കൊടുത്തു. എനിക്ക് പേടിയായ കാരണം എൻ്റെ അനിയത്തി ഒരു നേഴ്സാണ്, അവളും എൻ്റെ മോളും കൂടിയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയത്. ഇവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ റൂമിൻ്റെ പുറത്തിരുന്ന് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് അവർ കുത്തിയെടുക്കുന്നത് ഈശോയുടെ കുരിശിൽ കിടന്നപ്പോൾ പടയാളികൾ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് തിരുവിലാവിടുന്ന് രക്തവും വെള്ളമല്ലേ ഒഴുകിയത്, ആ വെള്ളമായിരിക്കണേ അവർ കുത്തിയെടുക്കണേ എന്നാണ് ഞാനിത് പ്രാർത്ഥിച്ചത്. അങ്ങനെ റിസൾട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു റിസൾട്ട് കിട്ടാൻ 3 ദിവസമാകും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ഈ അവസരങ്ങളിലെല്ലാം എന്നാ പറയുക, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത്രയും ടെൻഷനായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. കാരണം ഹസ്ബൻഡ് വിദേശത്ത് ജോലിയാണ്. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ടെൻഷൻ അടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ശനിയാഴ്ചയായപ്പം എൻ്റെ പപ്പയ്ക്ക് അവിടെ ആ ഹോസ്പിറ്റലിൽ ഒരാളെ പരിചയമുണ്ട്. അവരുടെ വഴിയായി ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ഞാൻ അറിഞ്ഞില്ല, പപ്പയുടെ കയ്യിലാണ് കിട്ടിയത്. പപ്പ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന്, പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്, കുറേ തവണ പുതുക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. പപ്പ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ മൊബൈലിൽ പുരട്ടി റിസൾട്ട് ഓപ്പൺ ചെയ്തു. എൻ്റെ അനിയത്തി നേഴ്സായതുകൊണ്ട് അവളെ കാണിച്ചു. അവൾ പറഞ്ഞു ചാച്ചേ ഒന്നും കുഴപ്പമില്ല, ഒരു കൊച്ചിന് ഒരു കുഴപ്പമില്ല, ഇത് നോർമലായിട്ടുള്ള മുഴയാണ്, അതിനൊരു കുഴപ്പമില്ല, തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു.
എന്നിട്ട് അന്നേരം തന്നെ അവൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടർക്ക് ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. ഡോക്ടറും പറഞ്ഞു ഇതൊരു കുഴപ്പമില്ല, ഇത് സാധാ മുഴയാണ്, അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇവളെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് റിപ്പോർട്ട് കൊണ്ടേ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ ഒരു സിസ്റ്ററാണ്. ഡോക്ടർ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അത് തന്നെ മാറിക്കോളൂ, അതിനൊരു പ്രശ്നവുമില്ല. അതിൻ്റെ റിസൾട്ടാണിത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി. ഇനി ഇവളുടെ തന്നെ ഒരു രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ബൈ ബർത്തായിട്ട് അവൾക്ക് അംബ്ലിക്കൽ ഹെർണിയയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞത്, അന്ന് തന്നെ കാണിച്ചപ്പം പറഞ്ഞത് അത് കുഴപ്പമില്ല, നോർമലാണ്, അത് 6 വയസ്സ് വരെ ചിലപ്പം പെട്ടെന്ന് തന്നെ പോകും, അല്ലെങ്കിൽ ഒരു 6 വയസ്സ് വരെ നോക്ക്, അല്ലെങ്കിൽ അത് സർജറി ചെയ്ത് കഴിയണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഇവൾ കിടക്കാൻ നേരം ഞാൻ അവളുടെ വയറ്റിൽ കുരിശ് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തീർക്കുമായിരുന്നു. അങ്ങനെ 6 വയസ്സായിട്ട് ഇതുകൊണ്ട് അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ 6 വയസ്സായിട്ടും അത് പോകുന്നില്ല എന്നുകൊണ്ട് നമ്മൾ പിന്നെ ഒരു പീഡിയാട്രിക് സർജനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇച്ചിരി വലുതാണ്, അത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയുടെ ഇഷ്ടം സർജറി ആണെങ്കിൽ അത് നടക്കട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ, അത് ഇച്ചിരി വലിയുള്ള ഗ്യാപ്പാന്നാണ് പറഞ്ഞത്, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ സർജറി വിജയകരമായി നടത്തി. ഈ സമയം തന്നെ ഞങ്ങൾ ഈ സർജറി നടക്കുന്ന സമയം സാമ്പത്തികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇവൾക്ക്. പക്ഷേ ഇവളെ സർജറി ചെയ്ത ആ ഡോക്ടർ തന്നെ പറഞ്ഞത് ഇവൾക്കിത് ബൈ ബർത്തായിട്ടുള്ളത് കൊണ്ട് ഇൻഷുറൻസ് ഒരു കാരണവശാലും ഇത് കിട്ടില്ല, നിങ്ങളിതിൻ്റെ പൈസ ഏകദേശം ഒരു 40,000 രൂപ മേളിലായിരുന്നു സർജറിക്ക്, ഇത് നിങ്ങൾ എന്തായാലും അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ മാതാവേ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് ഈ ഇൻഷുറൻസ് തുക ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ ആ ആശുപത്രിയിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടി പോരാൻ വേണ്ടി സാധിച്ചു. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഞാൻ ചെന്ന മുതൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്കൊരു ഭവനമില്ലായിരുന്നു. കുറേ വർഷമായി ഒരു ഭവനമില്ലാതെ, സ്ഥലമുണ്ട് പക്ഷേ വീട് വെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഞാൻ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പ് ആ ഭവനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടേ ഇടുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു ഭവനം അവിടെ പണിയാൻ സാധിച്ചു. അതിന് ഓരോ ഘട്ടത്തിലും തറ മുതൽ ഓരോ ഘട്ടമായിട്ട് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉൾപ്പിട്ട് പ്രാർത്ഥിക്കും. ഭിത്തിയൊക്കെ ആയപ്പോഴത്തേനും ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് മനോഹരമായ ഒരു ഭവനം പണി തീർക്കാൻ സാധിച്ചു. ഈ മെയ് 3 ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സാധാരണ ഒരു ക്രിസ്ത്യാനിയെ പോലെ ഇടയ്ക്ക് പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, കുമ്പസാരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പറ്റുന്നിടത്തോളം ദിവസം എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ ധ്യാനവും കൂടുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. രാവിലത്തെ 5:30 ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അതെല്ലാം ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ആദ്യമൊക്കെ എല്ലാവരും പറയുന്ന പോലെ തന്നെ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊക്കെ പള്ളിയിലായിരുന്നു കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം പള്ളിയിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ കുർബാനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഈശോയെ ഞാനിതെങ്ങനെ ഈ പത്രം കൊടുക്കുന്നതെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുർബാന പോലും മര്യാദയ്ക്ക് കൂടാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ആയിരുന്നപ്പോൾ എനിക്ക് എന്നാ പറഞ്ഞത് ഒരു ധൈര്യം വന്നു. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ അടുത്ത് പത്രം ഉണ്ടാവും. ഞാൻ ആശുപത്രിയിലായാലും എല്ലായിടത്തും ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പ്രായമായിട്ടുള്ള അപ്പാപ്പന്മാരും അമ്മമാരും ഉണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. അവരെയൊക്കെ പോയി കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് റൂമിൽ എൻ്റെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആദ്യം ഒരു റോസാപ്പൂ മാത്രമാണ് കണ്ടത്. ആ കണ്ണാടിയിലെ പൊടിയിൽ ഒരു പൗഡറിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു, അതിലൊരു റോസാപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റോസാപ്പൂ മൊട്ട് അതിലേക്ക് വന്ന് ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എന്നെ ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ഈശോയിലേക്ക്, അമ്മയിലേക്ക് അടുപ്പിച്ച എൻ്റെ അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.